സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ലാംഗ്വേജ് ഇൻ ആക്ഷൻ എന്ന സബ്ജക്റ്റിലെ ഫോർത്ത് മൊഡ്യൂളിലെ തേർഡ് യൂണിറ്റ് ആണ്, വിച്ച് ഇസ് ദ 15th യൂണിറ്റ് ഓഫ് ദ സബ്ജക്റ്റ്. Universal Declaration of Human Rights. Universal Declaration of Human Rights is one of the important chapters that we should discuss as a part of the last module. Okay, let's move on to the chapter. ലേക്ക് പോവാം. ഇനി UDHR യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അഡോപ്റ്റഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇൻ 1948. 1948 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യൻ്റെ അവകാശങ്ങളും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ ആത്മാഭിമാനമെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ജനങ്ങൾ പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഇത് രൂപീകരിക്കുന്നത്. The preamble explains the purpose and guiding principles of the declaration. ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസും അതിൻ്റെ ലക്ഷ്യങ്ങളും അവർ പ്രിയാമ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പർപ്പസ് ഓഫ് പ്രിയാമ്പിൾ, ആ മുഖവരുടെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. സ്ട്രെസ്സസ് ഇൻഹറന്റ് ഡിഗ്നിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ് ഓഫ് ഓൾ ഹ്യൂമൻസ്. എല്ലാ മനുഷ്യരുടെയും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ഉള്ളിൽ അർപ്പിതമായിട്ടുള്ള അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള മനുഷ്യനിൽ സംബന്ധിയായിട്ടുള്ള ആത്മാഭിമാനം, അത് എന്ത് ചെയ്യുക, അതിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അതേപോലെ ഫോംസ് ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ്, സമാധാനത്തിൻ്റെയും നീതിയുടെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഫൗണ്ടേഷനെ രൂപപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ലോകം കണ്ടിരുന്ന അല്ലെങ്കിൽ ലോകം സഹിച്ചിരുന്ന അനീതികളും അതേപോലെ തന്നെ സാഹചര്യങ്ങളും എത്രത്തോളം കാര്യങ്ങൾ സഹിച്ചു എന്നുള്ളതിനൊക്കെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള, ഉദാഹരണത്തിന് ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അതിൽ നിന്ന് അവരെ ആട്ടി ഓടിക്കുന്നതിനെ തടയാനും അതേപോലെ തന്നെ ഭയത്തെ തൊട്ട് അവരെ തടയാനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോള്, ഒരു വിളി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. തടയാനുള്ളൊരു ആഖ്യാനം ജനങ്ങൾ ലോകത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ തരം ഐഡിയൽസാണ് ഇത് പ്രൊമോട്ട് ചെയ്ത് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ബിലീഫ്, എത്രത്തോളം ഒരാൾക്ക് അവരുടെ പ്രകടനത്തിനുള്ള, അവരുടെ സംസാരത്തിനുള്ള, അതേപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾക്കുള്ള ഫ്രീഡം നൽകുന്നുണ്ട്. അതേപോലെ ഫ്രീഡത്തിൻ്റെ ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് ഫ്രം വാണ്ട്, അതേപോലെ തന്നെ എല്ലാത്തരം ഭയത്തെ തൊട്ടും ഒരാൾ നിർഭയനായിരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതേപോലെ തന്നെ ഫ്രം വാണ്ട് മീൻസ് ബേസിക് നെസസിറ്റീസിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത അത് ഉറപ്പുവരുത്തുക, അതിൻ്റെ ലഭ്യതക്കുറവ് ഇല്ലാതിരുത്തുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്നുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ നിയമവാഴ്ച അല്ലെങ്കിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ഇമ്പോർട്ടൻസ് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് ഫ്രണ്ട്ലി റിലേഷൻസ് എമോങ് നേഷൻസ്, രാജ്യങ്ങൾക്കിടയിലുള്ള സൗഹൃദപരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് ഇതിൻ്റെ ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി, ജനങ്ങൾ ഇതുകൊണ്ടുള്ള ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി, ഇത് മുന്നോട്ട് വെക്കുന്ന ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം. urges people and institutions to, അത് ജനങ്ങളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയും റെസ്പെക്ട് ആൻഡ് പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും അതിനെ ബഹുമാനിക്കാനും ജനങ്ങളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ടീച്ച് ആൻഡ് സ്പ്രെഡ് അവെയർനെസ്, ഒരു അവെയർനെസ്സും അതുപോലെ തന്നെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ അവെയർനെസ് സ്പ്രെഡ് ചെയ്യാനുമുള്ളൊരു ഉത്ബോധനം നടത്തുന്നുണ്ട്. ആൻഡ് ടേക്ക് ആക്ഷൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി, നീതിക്കും ഇക്വാലിറ്റിക്കും, സമത്വത്തിനും പ്രോ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട്. എയിംസ് ടു യുണൈറ്റ് പീപ്പിൾ ത്രൂ ഷെയർഡ് ഗ്ലോബൽ വാല്യൂസ്, ആഗോളതലത്തിലുള്ള മൂല്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ലക്ഷ്യം അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുള്ള ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി, ലോകത്ത് ജീവിക്കുന്ന എല്ലാവരോടുള്ള റെസ്പോൺസിബിലിറ്റി. ഇനി അതിൻ്റെ ലാംഗ്വേജും സ്റ്റൈലും നോക്കൂ. റിട്ടൺ ഇൻ എ ഫോമൽ ആൻഡ് അതോറിറ്റേറ്റീവ് ടോൺ, അത് വളരെ ഫോമലായിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് ടോണിലാണ് എഴുതിയിട്ടുള്ളത്. യൂസസ് പവർഫുൾ വേർഡ്സ് ലൈക്ക് ഇൻഏലിയനബിൾ, കോൺഷ്യൻസ് ഓഫ് മാൻകൈൻഡ്, പ്രൊക്ലെയിം, അത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റ്സ് വേറാസ് ടു ക്രിയേറ്റ് ലോജിക് ആൻഡ് എംഫസിസും ഒരു പ്രത്യേകത അല്ലെങ്കിൽ തക്കീത്, ഒരു ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വേറാസ് എന്നുള്ള വാക്കുകൾ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് യൂസ് ടു ഇൻസ്പയർ ആക്ഷൻ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി, ഈ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു, ഇതിനനുസൃതമാക്കി പ്രവർത്തിക്കാനും അതുപോലെ ഇതിനനുസൃതമാക്കി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാനുമുള്ള രീതിയിലുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ടെക്സ്റ്റിൻ്റെ കീ ഐഡിയാസ് നമുക്ക് നോക്കാം. റെക്കഗ്നിഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ് ഈസ് എസെൻഷ്യൽ ഫോർ പീസ്, സമാധാനത്തിന് മനുഷ്യൻ്റെ അവകാശങ്ങളും മനുഷ്യൻ്റെ ആത്മാഭിമാനവും തിരിച്ചറിയലും അതിനെ പരിഗണിക്കലും എന്താണ്
അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവകാശങ്ങൾ നിരസിച്ചതാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവകാശങ്ങൾ ലഭ്യമാക്കാതിരുന്നതാണ് പഴയ കാലങ്ങളിലുള്ള ബാർബറസ് ആയിട്ടുള്ള എന്താ പറയുക, ഇമ്മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാർബറസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ചും ബിലീഫും നിലനിൽക്കുന്ന ഒരു ലോകത്തെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. അത് മനുഷ്യർ അവൻ്റെ ഭയത്തെ തൊട്ടും അല്ലെങ്കിൽ അവൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവനക്ക് ലഭ്യമാവുന്നതിനും പ്രാപ്തമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ജനങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ബൈ ലോ ടു പ്രിവെൻറ്റ് ഒപ്രഷൻ. മനുഷ്യൻ അടിച്ചമർത്തലുകൾ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യാവകാശങ്ങൾ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് സംരക്ഷിക്കപ്പെടണം, നിയമം കൊണ്ട് സംരക്ഷിക്കപ്പെടണം. അതേപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യണം? ഒരു സൗഹൃദപരമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്തണം. അതേപോലെ തന്നെ യുഎൻ്റെ ചാർട്ടർ ഉണ്ട്. യുഎൻ്റെ ചാർട്ടർ എന്തൊക്കെയാണ് ഉറപ്പുവരുത്തുന്നത്? ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളിലുള്ള വിശ്വാസം, അത് എന്ത് ചെയ്യുന്നത്? റീഅഫേം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും ഒരുപോലുള്ള അവകാശങ്ങൾ റീഅഫേം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്, ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നന്നാക്കാനും, അതേപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഒക്കെ ബെറ്റർമെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഐഡിയകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചാർട്ടറിൽ ഒപ്പുവെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു UNDHRൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങൾക്ക് പ്ലഡ്ജ് ടു പ്രൊമോട്ട് യൂണിവേഴ്സൽ റെസ്പെക്ട് ഫോർ റൈറ്റ്സ്, അവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള യൂണിവേഴ്സൽ റെസ്പെക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം. അതിന് പ്രതിജ്ഞ എടുക്കുന്ന രാജ്യങ്ങൾ. എ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റൈറ്റ്സ് ഹെൽപ്സ് അച്ചീവ് പീസ്. ഒരു പൊതുവെയുള്ള ഒരു മനസ്സിലാക്കൽ അല്ലെങ്കിൽ പൊതുവെയുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ അത് ലോക സമാധാനം നിലനിർത്താൻ അത് തന്നെ മതിയാകുമെന്നാണ് പറയുന്നത്. ജനറൽ അസംബ്ലി പ്രൊക്ലെയിംസ് ദ UDHR ആസ് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. ജനറൽ അസംബ്ലി UDHRനെ യുണൈറ്റഡ് നേഷൻസ് എന്തായിരുന്നു? യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതെന്ത് ചെയ്യുന്നുണ്ട്? അത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, മനുഷ്യൻ്റെ നിലവാരം, ഒരു ഗ്ലോബൽ ആഗോളതലത്തിലുള്ള നിലവാരമായിട്ട് അതിനെ കണക്കാക്കുന്നുണ്ട്. ഇത്തരം അവകാശങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും വർക്ക് ചെയ്യണം. അത് തന്നെ റെസ്പെക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം. അതേപോലെ തന്നെ റെക്കഗ്നിഷനും ഒബ്സർവേഷനും ഇതിൻ്റെ റെക്കഗ്നിഷനും ഒബ്സർവേഷനും ലോകോത്തരത്തിൽ അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ ആഗോളതലത്തിൽ എന്ത് ചെയ്യണം? എല്ലാവരും ഉറപ്പുവരുത്തണം. So you can see a small summary right here. It will be beneficial if you read this, and this is the overall summary of the lecture. So yeah, that's it. If you like this video, please do like, share and comment. If you want to watch or learn such things, please do subscribe to the channel. Thank you.